നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന കമ്പനിയുടെ ഒരു ക്ലെയിം സെറ്റിൽമെൻറ്റ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നതാണ്. ഇപ്പം നിലവിലെ എൻ്റെ പോളിസി മണിപ്പാൽ സിഗ്നലാണ്. കഴിഞ്ഞ ഏകദേശം ഒരു 8 വർഷത്തോളമായിട്ട് ഞാൻ ഈ ഒരു കമ്പനിയിലാണ് പോളിസി കണ്ടിന്യൂ ചെയ്യുന്നത്. കൊറോണയ്ക്ക് ശേഷം എനിക്കൊരു മിനിമം എനിക്കും എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്കായിട്ട് ഒരു 6-7 തവണയെങ്കിലും ക്ലെയിം വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം എനിക്കിപ്പോൾ നിലവിൽ എനിക്ക് മണിപ്പാൽ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. ക്ലെയിം സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ എഫിഷ്യൻ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഡിസ്ക്ലോസ് ചെയ്യണം. പലരും പറയും ഇതൊന്നും പറയേണ്ട, ആ സമയത്ത് നമുക്ക് കാണാം എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളിതിപ്പോൾ എല്ലാം നോ 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 എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നാളെ ക്ലെയിം വന്ന സമയത്ത് അത് കിട്ടില്ല. അത് കിട്ടില്ലെന്ന് മാത്രമല്ല പോളിസി ഉൾപ്പെടെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് അസുഖമുണ്ടോ ആ അസുഖങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു എന്നത് കൊണ്ട് മാത്രം ക്ലെയിം കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ സാധാരണ ഒരു ഡേ കെയർ പ്രൊസീജിയർ, അതായത് ഡയാലിസിസ് പോലെയുള്ള ഡേ കെയർ പ്രൊസീജിയർ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിൽ 24 മണിക്കൂറെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ വേണ്ടതായ അസുഖങ്ങൾക്കാണ് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്കറിയാം നമ്മൾ ആ ടൈമിൽ എന്ത് മെഡിസിൻ കഴിച്ചു, എന്ത് ചെക്കപ്പ് നടത്തി, അതിൻ്റെ റിസൾട്ട്, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ 6-7 തവണ എനിക്ക് ക്ലെയിം ചെയ്യേണ്ട സാഹചര്യം വന്നിട്ട് ഇതുവരെ ഒരു റിജക്ഷനോ ഒരു സംഭവം വന്നിട്ടില്ല. കാരണം അത് ജെന്യുവിൻ കേസായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ആ കൺസ്യൂമറബിൾ, അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോർമൽ സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്കൊരു ക്ലെയിം വരുന്ന സമയത്ത് അതിൻ്റെ മേജർ പോർഷനായിട്ട് വരുന്ന സംഭവമാണ് ഈ കൺസ്യൂമർ, സിറിഞ്ച് മറ്റത് മറിച്ച് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇത് സാധാരണ ഒരു മിക്ക പോളിസിയിലും കവറല്ല. പക്ഷെ നമുക്ക് ആഡ് ഓൺ കവറായിട്ട് നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യം ഹോസ്പിറ്റൽ ചിലവായ മൊത്തം എമൗണ്ട് തന്നെ, ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒരു രൂപ പോലും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ചിലവഴിക്കേണ്ടി വന്നില്ല. കാരണം ഈ തരത്തിലുള്ള ആഡ് ഓൺസ് എല്ലാം നമ്മൾ പോളിസിയിൽ ആഡ് ഓൺ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.